ഇന്ത്യൻ എൽ ക്ലാസിക്കോ, ശക്തരിൽ ശക്തർ ഒരു വശത്ത്, ആത്മവിശ്വാസത്തിൻ്റെ കരുത്തിൽ മറുവശത്തുള്ളത് ടേബിളിലെ കൊലക്കൊമ്പന്മാർ. അവർ കളിച്ച കളികളിലെല്ലാം ഒരു കലഹം മാത്രമാണ് പച്ചപ്പുൽ മൈതാനത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ജനതയെ ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് എത്തിക്കുന്ന ഒരു ത്രില്ലിംഗ് വാർ, ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിനും 3 ദിവസത്തിന് ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മറ്റൊരു മത്സരത്തിനും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. 2 ടീമിൻ്റെയും ഒരു ഘടന നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവസാനം കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് മുംബൈ സിറ്റി FCക്കെതിരെ, മറ്റൊന്ന് FC ഗോവക്കെതിരെ. FC ഗോവക്കെതിരെ അവരെ തോറ്റിട്ടുള്ളത് 4-1 എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിന് തന്നെയാണ്. ഇനി KBFCയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കളിച്ചിട്ടുള്ള 2 മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട്. അതിലൊന്നാവട്ടെ മുംബൈ സിറ്റി FCക്കെതിരെ. പക്ഷേ ഈ 2 മത്സരങ്ങളും പരാജയപ്പെട്ട മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ടീം അത്ര നിസ്സാരമാക്കി കാണാനൊന്നും പറ്റൂല. അവരൊരു ബ്രില്യൻ്റ് ടീം തന്നെയാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ISLൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ടീമുകളിൽ ഒന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് എന്ന് പറയുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് കൊച്ചിയിലല്ല മത്സരം നടക്കുന്നത്. ഇത് പറയാനുള്ള പ്രധാന കാരണം മത്സരം, ഏത് മത്സരം എടുത്തു നോക്കിയാലും ആരാധക പിന്തുണ എന്ന് പറയുന്നത് ആ ടീമിനെ അതിൻ്റെ ഉയരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം അവരുകൂടെയാണ് ആ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടു നയിക്കുന്നത് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും പുറമേയുള്ള ആരാധകരും എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് അവർക്കൊരു തിരിച്ചടിയായിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ സഹൽ അബ്ദുസബ്ദ് എന്ന് പറയുന്ന താരം പരിക്ക് കഴിഞ്ഞിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സ്ക്വാഡിലുണ്ടെങ്കിലും ഇതുവരെയായിട്ട് മത്സരത്തിനൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഒരു മത്സരത്തിന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. കാരണം കഴിഞ്ഞ ടീമാണല്ലോ, അപ്പോൾ ചില ഐഡിയാസും കാര്യങ്ങളൊക്കെ പയറ്റാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങിക്കൂടായി ഇല്ല. ആ ഒരു ദൃശ്യം നമ്മൾ ആ മൈതാനത്ത് മഞ്ഞപ്പടയുടെ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആ ഒരു ദൃശ്യം അദ്ദേഹം നമുക്കെതിരെ ഇറങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജിക്സൺ സിംഗ് തനൗജത്തിൻ്റെ ആ പരിക്കും ഇഞ്ചുറീസൊക്കെ കഴിഞ്ഞില്ലേ, അദ്ദേഹം മത്സരത്തിലേക്ക്, അതായത് അടുത്ത കളിയിൽ KBFCയുടെ സ്ക്വാഡിലേക്ക് വരാനായില്ലേ എന്നൊക്കെ. അതിൻ്റെ ഒരു കൺഫേം ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അത് ഒരിക്കലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഇഞ്ചുറിയിൽ നിന്ന് മുക്തനാവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം എന്നുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ സ്ക്വാഡും അതുപോലെ തന്നെ ഈ ഒരു ടീമൊക്കെ പറയുമ്പോൾ ജിക്സൺ സിംഗിനെ ഇതിലേക്ക് ചേർക്കുന്നില്ല എന്നാണ്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അടുത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ വിപിൻ മോഹന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാല് ചെറുതായിട്ട് മടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണത്താൽ തന്നെ മൈതാനം വിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. വിപിൻ മധ്യഭാഗത്ത് തീർക്കുന്ന ആ ഒരു അശ്വമേധം ആരും കാണാത്തത് തന്നെയല്ല, വളരെ മികച്ച പ്രകടനം തന്നെയാണ് വിപിൻ മോഹനൻ എന്ന് പറയുന്ന ആ ഒരു മലയാളി താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അർമാൻഡോ സാദിക്കു ആൻഡ് കുമിങ്സ്, ബൗമസ്, ദിമിത്രിയോസ് പെത്രദോസ്, ഈ 4 വിദേശ താരങ്ങളും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. ദിമിത്രിയോസ് പെത്രാദോസിൻ്റെ കഴിഞ്ഞ മത്സരം FC ഗോവക്കെതിരായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടു. 30 വാര അകലെ നിന്നും പുഷ്പം പോലെ ഒരു പന്ത് അതിമനോഹരമായിട്ട് ഗോൾ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റുന്ന ഒരു ദൃശ്യം. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള താരങ്ങളൊക്കെ. ബൗമസിനൊന്നും പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളും അവർക്കുണ്ട്. വേട്ടയാടാൻ പറ്റുന്ന, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ വേട്ടയാടാൻ പറ്റുന്ന ഇന്ത്യൻ താരങ്ങൾ. ലിസ്റ്റൻ കൊളാസയെ പോലെ, മൻവീർ സിംഗിനെ പോലെയുള്ള കിടിലൻ താരങ്ങളും അവരുടെ കയ്യിലുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ATK മോഹൻ ബഗാനോട് ജയിക്കാനുള്ള കരുത്ത് പകരും എന്നുള്ള ഒരു കാര്യമാണ്. കാരണം FC ഗോവക്കെതിരെ 4-1 എന്ന രീതിയിലായിരുന്നു മോഹൻ ബഗാനെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഗോളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ മെൻ്റലി ഡൗൺ ആയിട്ടുള്ള പല ദൃശ്യങ്ങളും നമ്മൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡ് പെപ്ര ആൻഡ് ദിമിത്രിയോസ് ദേമന്തക്കോസ്, ഈ 2 പേര് ഫോം ആവാതെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇവർ വളരെ നല്ല രീതിയിൽ ഫോം ആവണം. പിന്നെ വീണ്ടും പറയണേ, ലൂണല്ലാത്ത ഭയങ്കര ഒരു തിരിച്ചടി തന്നെയാണ്. ഭാഗത്തേക്ക് വരുമ്പോൾ ഡിഫൻസ് പരമാവധി സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ബട്ട് സ്റ്റിൽ മിലോസ് റിൻസിച്ച് ആൻഡ് ലെസ്കോവിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. ഇനി ATK മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ എങ്ങനെയായിരിക്കും ഗതി എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഇവരുടെ 2 പേരുടെയും ഒരു പ്രഡിക്ഷൻ സ്ക്വാഡാണ് നോക്കാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രഡിക്ഷനായിട്ട് സച്ചിൻ സുരേഷ് ഗോളി. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ അതേ ഡിഫൻസ് തന്നെ, പ്രീതം കോട്ടൽ, നവോച്ച സിംഗ്, ലെസ്കോവിച്ച് ആൻഡ് മിലോസ് റിൻസിച്ച്.
ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഐമൻ ആൻഡ് അസർ, ഡാനിഷ്, പിന്നെയുള്ളത് രാഹുലാണ്. രാഹുലോ അതല്ലെങ്കിൽ സൗരവ് മണ്ഡലിനെ കളിക്കളത്തിലേക്ക് ഇറക്കാൻ സാധ്യതയുണ്ട്. കാരണം രാഹുൽ 2-3 മത്സരങ്ങളായിട്ട് കുറച്ചൊരു ഫോം ഔട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോൾ പെപ്ര ആൻഡ് ദിമിത്രിയോസ് ദിയമന്തക്കോസ്, ഇവർ രണ്ടുപേരും ഫോം ആവുക എന്നുള്ളത് നിർബന്ധപൂർവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ATK മോഹൻ ബഗാൻ്റെ സ്കോഡിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞൊരു മത്സരത്തിലെ പരാജയത്തോടു കൂടി വരികയാണ് എന്നുണ്ടെങ്കിലും വളരെ മികച്ചൊരു സ്കോഡ് തന്നെയാണ് അവരുടെ അടുത്തുള്ളത്. ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ ആയിട്ടുള്ളത് ഗോൾ കീപ്പർ വിശാൽ കെയ്ത്താണ്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ ദീപക് ടാങ്കരി, സുഭാഷിഷ് ബോസ് ആൻഡ് ബ്രണ്ടൻ ആമിൽ, സുമിത് റായ്, ഈ 4 താരങ്ങളായിരിക്കും അവരുടെ ഡിഫൻസ് ലൈൻ ഭരിക്കാനായിട്ട് പോകുന്നത്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഗ്ലാൻ മാർട്ടിനസ്, അതുപോലെ തന്നെ മൻവീർ സിംഗ്, താപ്പ, ഈ 3 താരങ്ങളായിരിക്കും ഇവരുടെ മിഡ്ഫീൽഡും ഭരിക്കാനായിട്ട് പോകുന്നത്. ഇനി മറ്റൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ദിമിത്രിയോസ് പെത്രാദോസ് ഉണ്ടാകും. കാരണം അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ATK മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. പിന്നീട് അവരുടെ സ്ട്രൈക്കിലേക്ക് വരുമ്പോൾ കുമ്മിൻസ്, അതുപോലെ അർമാൻഡോ സാദിക്കു, പിന്നെ ബോമസ് ഉണ്ട്, ലിസ്റ്റൻ കൊളാസ് ഉണ്ട്, ഇവരെല്ലാവരും പുറത്തുണ്ട്. എങ്ങനെ വന്നാലും കണ്ടറിഞ്ഞ് കാണേണ്ട ഒരു കളി തന്നെ ആയിരിക്കും ഈ ഒരു മത്സരം. ഈ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നാണ് ഈ ATK മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ, സ്കോഡ് ആൻഡ് സ്കോർ, ഇത് രണ്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.